നമസ്കാരം. ഇഡിക്കെതിരെയുള്ള പ്രതിഷേധവും തുടർന്ന് നടന്ന അക്രമ സംഭവങ്ങളിലും അറസ്റ്റിലായ ഒരാളുടെ വീട് ഇന്ന് ശിവൻകുട്ടി സന്ദർശിക്കുന്ന രംഗമാണ്. അങ്ങനെ ഒരു പോസ്റ്റാണ് ഇന്നത്തെ ഈ കുറിപ്പിന് ആധാരം. ആ വീടിന്റെ ചിത്രത്തിലേക്ക് നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കൂ. എന്ത് ഗതികേടാണ് ആ വീടിന്റെ അവസ്ഥ. ഇവിടെ നിതിൻ മോളി എന്ന് പറയുന്ന കണ്ടന്റ് ക്രിയേറ്റർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ഒരു പോസ്റ്റിലേക്ക് നമുക്കൊന്ന് പോകാം. ആ പോസ്റ്റ് ഇങ്ങനെയാണ്: എന്റെ പൊന്നോ, ആ വീടിന്റെ അവസ്ഥ നോക്ക്. 1000 രൂപയ്ക്ക് വൈറ്റ് സിമന്റ് വാങ്ങി കലക്കി അടിച്ചാൽ പോലും തീട്ടക്കുഴി പോലുള്ള ലുക്ക് മാറിക്കിട്ടും. അതുപോലും ചെയ്യാതെ നേതാവിന്റെ മകളുടെ 2.75 കോടിയുടെ അഴിമതി അന്വേഷിക്കാൻ എത്തിയ ഉദ്യോഗസ്ഥരെ ആക്രമിച്ച് ജയിലിൽ പോയ ഇവനൊക്കെ ഒരു കാലത്തും തിരികെ വരാതിരിക്കുന്നതാണ് ആ വീട്ടുകാർക്ക് നല്ലത്. അരിക്കാശെങ്കിലും വീട്ടുകാർക്ക് ലാഭം. ആ വന്നിരിക്കുന്ന ശിവൻകുട്ടിയുടെ മകൻ ഗോവിന്ദ് ശിവൻ മണിപ്പാൽ യൂണിവേഴ്സിറ്റിയിൽ PhD ചെയ്യുകയാണ്. നല്ലൊരു പെൺകുട്ടിയെ വിവാഹവും ചെയ്ത് ജീവിതം സെറ്റാണ്. ഇവന്മാരെ പോലെ തല്ലാനും കൊല്ലാനും നടന്ന് ജീവിതം തുലച്ചില്ല. SFI നാട്ടിൽ സ്വാശ്രയ കോളേജുകൾക്കെതിരെ സമരം ചെയ്യുമ്പോൾ പിണറായിയുടെ മകൻ ബർമിംഗ്ഹാമിൽ പഠിച്ച് ജീവിതം സെറ്റാക്കി. കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്ത ഇവന്മാര് വാർക്കപ്പണിക്ക് പോകുന്ന കാലത്ത് പിണറായിയുടെ മകൾ IT കമ്പനി തുടങ്ങി. ഇങ്ങനെ പോകുന്നു ആ പോസ്റ്റ് ഇങ്ങനെ പോകുമ്പോഴാണ് മുമ്പ് കണ്ട ഒരു വാർത്ത മനസ്സിലുടക്കിയത്. നമ്മുടെ പ്രമുഖ നേതാക്കന്മാരുടെ മക്കൾ എവിടെയാണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് പഠിച്ചത്? പിണറായി വിജയന്റെ മകൻ വിവേക് കിരൺ വിജയ് പഠിച്ചത് ബർക്കിംഗ്ഹാമിലാണ്, UK യിലാണ്. ഈ നാട്ടിലെ സാധാരണ പ്രവർത്തകർ സ്വാശ്രയ വിദ്യാഭ്യാസത്തിനെതിരെ സമരം ചെയ്യുമ്പോൾ നല്ല സ്വാശ്രയ കോളേജുകളിൽ പഠിച്ച് നന്നായി. പിണറായിയുടെ മകൾ വീണ വിജയൻ പഠിച്ചത് അമൃത വിശ്വവിദ്യാപീഠത്തിലാണ്. ഒപ്പം കോയമ്പത്തൂരിൽ ഭാരതിയാർ യൂണിവേഴ്സിറ്റിയിലും. നമ്മുടെ നാട്ടിലെ കുട്ടി നേതാക്കന്മാർ PM ശ്രീക്കെതിരെ സമരം ചെയ്യുമ്പോൾ പിണറായി വിജയന്റെ കൊച്ചുമകൻ പഠിക്കുന്നത് CBSE സ്കൂളിലാണ്. തോമസ് ഐസക്കിന്റെ മകൻ ശരത് ഐസക് BA സൈക്കോളജിയും ഇംഗ്ലീഷും പഠിച്ചത് മിസിസിപ്പി യൂണിവേഴ്സിറ്റിയിലാണ്. MA പഠിച്ചത് ടെക്സസ് യൂണിവേഴ്സിറ്റിയിലാണ്. PhD ന്യൂയോർക്കിലും. ബിനോയ് വിശ്വത്തിന്റെ മകൾ സൂര്യ വിശ്വം ഡിഗ്രിയാണ്, ന്യൂയോർക്കിലാണ് പഠനം പൂർത്തിയാക്കിയത്. MA ബേബിയുടെ മകൻ അശോക് ബെറ്റി നെൽസൺ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് കേന്ദ്രീയ വിദ്യാലയങ്ങളിലാണ്. ഇംഗ്ലീഷ് ഡിപ്ലോമ എടുത്തത് ചെന്നൈയിൽ നിന്നാണ്. EP ജയരാജന്റെ മകൻ PK ജെയ്സൺ USA ടെക്സസിൽ നിന്നാണ് പഠനം പൂർത്തിയാക്കിയത്. അതുപോലെ നമ്മുടെ മന്ത്രിയായിരുന്ന ഡോക്ടർ R ബിന്ദുവിന്റെയും വിജയരാഘവന്റെയും മകനായ ഹരികൃഷ്ണൻ ന്യൂഡൽഹിയിൽ JNUവിലാണ് പഠനം പൂർത്തിയാക്കിയത്. ഇതുപോലെ നേതാക്കളുടെ മക്കളൊക്കെ ഉയർന്ന പഠനങ്ങളിൽ വിദേശ രാജ്യങ്ങളിലും ഉയർന്ന യൂണിവേഴ്സിറ്റികളിലും പഠിച്ച് ഉന്നത നിലയിൽ എത്തിച്ചേരുമ്പോൾ പാർട്ടി എന്താണ് എന്നവർക്ക് തിരിച്ചറിഞ്ഞുകൂടാത്ത സമയത്ത് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളെക്കുറിച്ച് അവർ കേട്ടിട്ടില്ലാത്ത സ്ഥലങ്ങളിൽ അവർ പഠിച്ച് ജീവിതത്തിൽ നല്ല നിലയിലാകുന്നു. നമ്മുടെ സാധാരണ വീടുകളിൽ നിന്ന് സാധാരണക്കാരന്റെ മക്കൾ പാർട്ടിക്ക് വേണ്ടി അടിയുണ്ടാക്കി ജീവിതം കുട്ടിച്ചോറാക്കുന്നു. വെറുതെ ഈ വീടിന്റെ ചിത്രത്തിലേക്ക് നോക്കൂ. വെറുതെ ഒന്ന് വെള്ള പൂശിയിടാൻ പോലും കഴിയാത്ത നിലയിലുള്ള വീട്. ആ വീടിന്റെ എന്ത് ദയനീയമായ അവസ്ഥ. അവിടെയാണ് നേതാക്കന്മാർ ആശ്വസിപ്പിക്കാൻ ചെന്നിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ആ വീട്ടിലെ കുട്ടികളുടെ അവസ്ഥ, ആ വീട്ടിൽ ആ ജയിലിൽ കിടക്കുന്ന ആ മനുഷ്യന്റെ ഭാര്യയുടെ അവസ്ഥ, അയാളുടെ അച്ഛന്റെയും അമ്മയുടെയും ഒക്കെ അവസ്ഥ വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കണം. യുവതലമുറ തിരിച്ചറിയണം, രാഷ്ട്രീയക്കാർക്ക് വേണ്ടി ഹോമിക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം. അത് അത്രയെങ്കിലും തിരിച്ചറിഞ്ഞില്ല എങ്കിൽ നമ്മുടെ ജീവിതവും ഏതുപോലെയായി മാറും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി ഉടൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.